ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയലിന്റെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ചിപ്പിയും ആദ്യം കൂടി ഇരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിപ്പീഷ് പറയുന്നുണ്ട്, എനിക്ക് ആൺകുഞ്ഞു ആവാൻ ഇഷ്ടം. അപ്പോ ആദ്യം പറയാണ്, എനിക്ക് പെൺകുഞ്ഞു ആവാൻ ഇഷ്ടം. അല്ല അമ്മക്കാരെ ഇഷ്ടം ഇഷിതാമക്ക് ആണായാലും പെണ്ണായാലും കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. നല്ല അമ്മമാര് അങ്ങനെയാ, പിള്ളേര് ആണായാലും കുഴപ്പമില്ല പെണ്ണായാലും കുഴപ്പമില്ല, നല്ല അമ്മമാരുടെ ലക്ഷണമാണ് അത് എന്നൊക്കെ ആദ്യം പറയണം. അപ്പൊ ചിപ്പി പറയണ്ട, എനിക്ക് ആരായാലും കുഴപ്പമില്ല, ഒന്ന് കുഞ്ഞാവ് വന്നാ മതി. കയ്യിലിട്ട് ഇങ്ങനെ താലോലിക്കാൻ കൊതിയായി. അതെ കുഞ്ഞാവേ അമ്മയുടെ വയറ്റിൽ ചവിട്ടു പിടിക്കുകയൊക്കെ ചെയ്യുമെന്നാ ഡാഡി പറയണത്. പിന്നല്ലാതെ അതൊന്നും നിനക്ക് അറിയില്ല ചിപ്പി. നമ്മൾ സംസാരിക്കുന്നത് പോലും കുഞ്ഞാവക്ക് അറിയാൻ പറ്റും. നമ്മൾ സംസാരിക്കുന്നത് കുഞ്ഞാവ കേക്കോ? പിന്നെ കേൾക്കാതെ നീ ഒരു കാര്യം ചെയ്, നീ ഇപ്പൊ കുഞ്ഞാവോട് സംസാരിക്കണില്ലേ, കുഞ്ഞാവ പുറത്തേക്ക് വരുമ്പോ നീ സംസാരിച്ചു നോക്ക്. നിന്റെ സംസാരം സൗണ്ട് കുഞ്ഞാവ പെട്ടെന്ന് ശ്രദ്ധിക്കും, നിന്നെ നോക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ്. എന്ത് രസമായിരിക്കുമല്ലോ ആദ്യമായിട്ടാ. അതെ എന്ന് പറയാണ്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആകാശ് അങ്ങോട്ടേക്ക് വരുവാട്ടോ. രണ്ടും ഇവിടെ നിൽക്കുവാണോ എന്ന് പറഞ്ഞിട്ട് ആകാശ് അവിടെ അടുത്തേക്ക് നടുക്ക് വന്നിരിക്കുകയാണ്. മോളെ എന്ന് പറയുമ്പോഴേക്കും വേഗം നിന്നെ ചിപ്പി എഴുന്നിട്ട് അവന്ന് പോവാട്ടോ. മോൾ എന്താ ഇങ്ങനെ? ആകാശാങ്കളിനോട് വല്ലാത്ത പിണക്കം പോലെ. ആകാശങ്ങൾ ഒരു പ്രശ്നത്തിനുമില്ല, ആകാശങ്ങൾ പോവാൻ നോക്ക്, എന്റെ ഡാഡി ഇപ്പൊ വരും എന്ന് ചിപ്പി പറയാണ്. എന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത്? നിന്റെ ഡാഡിയും ഞാനും തമ്മിൽ ഒരു പ്രശ്നമില്ല മോളെ. ഇപ്പോ ഞാനും മഹേഷും പല ഹോട്ടലുകളിലും പല മീറ്റിങ്ങുകളിലും ഒരുമിച്ച് കാണാറുണ്ട്. ഞങ്ങൾ തമ്മിൽ പഴയ പോലെ ഒരു വഴക്കോ പ്രശ്നമോ ഒന്നുമില്ല. മോളോട് ആദ്യമായിട്ടൊന്നും പറഞ്ഞില്ലേ? മോളോട് പറഞ്ഞില്ലേ? ഞാനാണ് ആദ്യമായിട്ടിനോട് ഡ്രോപ്പ് ചെയ്തത്, മോൻ പറഞ്ഞില്ലേ? ഇല്ല. അതാണ് ചിപ്പി മോളനോട് പിണങ്ങിയിരിക്കണത്. ഞാന് എന്റെ ഫ്രണ്ടിന്റെ കൂടെ ഇവിടെ വന്നതാണ്. അല്ല ആകാശങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? അതാ പറഞ്ഞത്, ഒരു ഫ്രണ്ടിന്റെ കൂടെ വന്നതാ ഒരു മീറ്റിങ്ങിന്. ആ സമയത്താണ് നിങ്ങൾ ഇവിടെ മഹേഷ് വിട്ടിട്ട് പോയെന്ന് എന്റെ ഫ്രണ്ട് പറഞ്ഞത്. എന്നാ രണ്ടുപേരും ഒരുമിച്ച് കാണാലോ വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. പിന്നെ ചിപ്പി മോളത്തെ കുറച്ച് സംസാരിക്കാനുണ്ട്. ആദ്യം തന്നെ ഈ ചോക്ലേറ്റ് പിടിക്കുക എന്ന് പറഞ്ഞിട്ട് ആദ്യക്ക് ഒരു ചോക്ലേറ്റ് കൊടുക്കാണ്. ചിപ്പിക്ക് കൊടുക്കുമ്പോ ചിപ്പി അത് വാങ്ങിക്കുന്നില്ല. ചിപ്പിയുടെ കൈ നിർബന്ധിച്ച് വെച്ച് കൊടുക്കാണ് ആകാശ്. എന്നിട്ട് ചിപ്പിനെ അടുത്ത് ഇരുത്തുന്നുണ്ട്. തൊട്ടിപ്പുറത്ത് ആദ്യം ഇരുത്താണ്. എന്നിട്ട് ആകാശ് ഇങ്ങനെ പറയുന്നുണ്ട്, അതെ എനിക്ക് ചിപ്പിമോൾക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. ചിപ്പിമോൾ ഇപ്പൊ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ചിപ്പിമോൾക്ക് ഒരു അനിയനോ അനിയത്തോ ജനിക്കാൻ പോവാണ്. പക്ഷെ ചിപ്പിമോളുടെ മമ്മീനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ട് നിങ്ങളുടെ വീട്ടിൽ വരാറുണ്ട് ഡാഡിനെ കാണാൻ വേണ്ടി, അതുപോലെ മമ്മീനെ കാണാൻ ചിപ്പിമോൾ എന്താ വരാത്തത്? നോക്കുമോളെ, എല്ലാവർക്കും ഒരേ ഒരു അമ്മയെ ഉണ്ടാവുള്ളൂ, ഒരേ ഒരു അച്ഛനും. അവർക്കായിരിക്കും ഈ മക്കളോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത്. മോളുടെ പ്രസവിച്ചത് ആരാണ്? ഇഷിതയല്ല, രചനയാണ്. രചനക്ക് ആ ഒരു പ്രത്യേക വാത്സല്യം ഇഷ്ടം എന്തൊക്കെ പറഞ്ഞാലും മോളോടുണ്ട്. മോൾക്കും കുറച്ചു കാലം കഴിയുമ്പോഴേക്കും അത് മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് മോൾക്ക് ഇടയ്ക്കെങ്കിലും രചനനെ കാണാൻ വന്നൂടെ? രചന മോളെ കുറിച്ച് ആലോചിച്ച് വല്ലാത്ത വിഷമത്തിലാണ്. വേണമെങ്കിൽ ആദ്യമായിട്ടിനോട് ചോദിച്ചു നോക്ക്. ഇപ്പൊ നിന്റെ ഇഷിതാമക്ക് ഒരു കുഞ്ഞാവ വരാൻ പോവാണ്. മോൾക്ക് തോന്നുന്നുണ്ടോ ഈ കുഞ്ഞാവ വരുമ്പോ മോളോട് ഇതുപോലെ പഴയ പോലെ തന്നെ ഇഷ്ടം ഉണ്ടാകുമെന്ന്? അത് കേൾക്കുമ്പോ ചിപ്പിയുടെ മുഖം ആകെ മാറാണ്. ചിപ്പി അവിടെ എഴുന്നേറ്റ് നിൽക്കാട്ടോ. മോളെ, ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇഷിതക്ക് അതും വർഷങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ട് പിന്നെ കുഞ്ഞുണ്ടാവും, തനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടാവുന്ന കുഞ്ഞുമാവല്ലേ. അപ്പൊ ആ കുഞ്ഞ് പൊന്നും കുടും പോലെ ഇഷിത നോക്കോളൂ. മോളാണെങ്കിൽ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ആ കുഞ്ഞിനോടായിരിക്കും എല്ലാവർക്കും താല്പര്യം. പിന്നെ അത് മാത്രല്ല, ഇഷിത കുഞ്ഞിനെ പ്രസവിച്ചിട്ട് ജോലിക്ക് പോകും അല്ലെ. അപ്പൊ ആ കുഞ്ഞിനെ നോക്കാൻ പോണ ആരാ? നിങ്ങളുടെ കയ്യിലേക്ക് തരുക പോലും ഇല്ല. പ്രിയാമണിയും അതുപോലെ തന്നെ ആ മാഷും ഇഷിത അച്ഛനും അമ്മയും അവരെ ആ കുഞ്ഞ് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ വെച്ച് നോക്കും. നിങ്ങൾക്ക് ആ കുഞ്ഞെ കാണാനോ സംസാരിക്കാനോ ഒന്നും പറ്റില്ല. പിന്നെ ആ കുഞ്ഞ് വളർന്ന് വലുതായാലും ഇപ്പൊ ഇഷിത നിങ്ങൾ അംഗീകരിച്ചു എന്ന് വെച്ച് തന്നെ വിചാരിക്കേ. ശരി, ഇഷിതക്ക് നിങ്ങൾ ഇഷ്ടമായിരിക്കാം. പക്ഷെ ആ കുഞ്ഞ് വളർന്ന് വലുതാകുമ്പോഴേക്ക് അത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ശരി, ആ കുഞ്ഞ് മനസ്സിലാക്കും നിങ്ങൾ ഇഷിതയുടെ വയറ്റിൽ പിറന്നതല്ല, വേറൊരു സ്ത്രീയിൽ ഉണ്ടായ കുഞ്ഞാണ്, മക്കളാണെന്ന്. അപ്പൊ അങ്ങനത്തെ ഒരു ചേട്ടനും ചേച്ചിയെടുത്തും ആ കുഞ്ഞിന് ഇഷ്ടം വരും? ഒരിക്കലും ഇല്ല. ആ കുഞ്ഞും പല രീതിയിൽ ചിന്തിക്കണ ഒരു വളർന്നു വലുതാകുമ്പോ പല രീതിയും ചിന്തിക്കും. നിങ്ങളത്തെ ഇഷ്ടവും സ്നേഹവും അതിനുണ്ടാവാൻ പോകുന്നില്ല എന്നൊക്കെ പറയാണ്. ആ സമയത്ത് ചിപ്പി കരയാട്ടോ. ആദ്യം പറയുന്നുണ്ട്, ആകാശങ്ങളെ വേറെ പണിയൊന്നുമില്ലേ, ഇവിടുന്ന് പോവാൻ നോക്കിയേ. ചിപ്പി നീ വിഷമിക്കേണ്ട. ആകാശങ്ങൾ ഇതുപോലെയൊക്കെ എന്നോട് പലവട്ടം പറയാറുണ്ട്. ആകാശങ്ങൾ പോവാൻ നോക്കി. അയ്യോ, ഞാൻ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ചിന്തിക്കാം. ഇപ്പൊ നിങ്ങളുടെ ഡാഡി നിങ്ങളുടെ കൂടെ ഉണ്ട്. നാളെ ഒരു പുതിയ കുഞ്ഞാവ വരുമ്പോ അതിന്റെ കൂടെ ആവും. പിന്നെ കുഞ്ഞാവകൾ ഇനി വന്നുകൊണ്ടിരിക്കുമ്പോ അവരോട് ഇഷ്ടം കൂടി വരും. നിങ്ങളുടെ മമ്മി അടുത്തുള്ള ദേഷ്യം നിങ്ങളുടെ അടുത്തും കാണിക്കും നിങ്ങളുടെ ഡാഡി. പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആകാശം അവിടെ നിന്ന് പോവാണ്. ചിപ്പി കരഞ്ഞോണ്ടിരിക്കാട്ടോ. ആദ്യം പണ്ടായി, ചിപ്പി നീ എന്തിനെ കരഞ്ഞത്? അയാൾ അങ്ങനെ പലതും പറയും, അയാൾക്ക് വട്ടാണ്. ഇഷിതാമ്മയുടെ സ്വഭാവം നിനക്കറിയില്ലേ?
ഇഷിതാമ്മ ഒരിക്കലും അങ്ങനൊന്നും ചെയ്യില്ല, നീ എവിടെ ഇരിക്കേ, ദേ ഇപ്പൊ ഡാഡി വരും, ഡാഡി അടുത്ത് നീ ഇതൊന്നും പറഞ്ഞേക്കല്ലേ കേട്ടോ എന്ന് പറയാണ്. ശരി എന്ന് ചിപ്പി പറയുന്നുണ്ട്. ശേഷം ഡാഡിനെ കാണാൻ വേണ്ടി അവർ അപ്പുറത്തെ ഭാഗത്തേക്ക് പോവാണ്. മഹേഷ് അവിടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. മഹേഷ് ചോദിക്കണ്ട, ആഹാ എന്റെ മക്കളുടെ കളിയൊക്കെ കഴിഞ്ഞോ, അല്ല മോളുടെ മുഖം ഒന്നിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ത് പറ്റി മോളെ? അതൊന്നുമില്ല ഡാഡി, അതെ ചിപ്പിയെ എന്റെ അടുത്ത് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു ഡാഡി, ഞാൻ വരില്ല എന്ന് പറഞ്ഞു, അതിന്റെ ദേഷ്യത്തിൽ അവള് മുഖം വീർപ്പിച്ചിരിക്കുന്നത്. ആണോ മോളെതിരെ ആദ്യേട്ടന് മുഖം വീർപ്പിച്ചിരിക്കുന്നത്? ആദ്യേട്ടൻ പാവല്ലേ, അവൻ ഇങ്ങനെയൊക്കെ വരുന്നില്ലേ, ആദ്യേട്ടനെ പെട്ടെന്ന് വരാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ടല്ലേ, മോള് വാ എന്ന് പറഞ്ഞിട്ട് ആദ്യനെയും അതുപോലെ തന്നെ ചിപ്പിനെയും വണ്ടിയിലേക്ക് കയറ്റിട്ട് മഹേഷ് വീട്ടിലേക്ക് ഇങ്ങനെ പോവാട്ടോ. ആ സമയത്ത് പെട്ടെന്ന് കാർ ഒന്ന് നിൽക്കാണ്. മഹേഷ് കാർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോ കാർ സ്റ്റാർട്ട് ആവുന്നില്ല. ചിപ്പിയുടെ അടുത്ത് ആദ്യം പറയുന്നുണ്ട് കാർ സ്റ്റാർട്ട് ആവുന്നില്ല, തള്ളിയാലേ കാർ സ്റ്റാർട്ട് ആവുള്ളൂ. ആദ്യം ചിപ്പിയും പറയുന്നുണ്ട് ഞങ്ങൾ തള്ളിക്കോളാം ഡാഡി എന്ന് പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും മഹേഷ് കാർ സ്റ്റാർട്ട് ചെയ്ത് അവിടെ അങ്ങോട്ട് സ്പീഡിൽ പോവാട്ടോ. ആദ്യം ചിപ്പിയും കരഞ്ഞുകൊണ്ട് പുറകിൽ വരുന്നുണ്ട്. അങ്ങനെ അത് ചിപ്പിയുടെ സ്വപ്നമാണ് കേട്ടോ. അതായത് കാറിൽ യാത്ര ചെയ്ത് മാത്രം ചിപ്പിയുടെ സ്വപ്നമാണ്. ചിപ്പി പെട്ടെന്ന് പൊട്ടിക്കരയാണ്. അയ്യോ ഡാഡി ഞങ്ങളെ വിട്ട് പോവല്ലേ ഡാഡി, ഡാഡി തന്നെ പൊട്ടിക്കരയാണ്. അത് കേട്ട് ഇഷിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മോളെ 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 സ്വപ്നം കണ്ടത്, അതെ ഇഷിതാമ്മ അടുത്തിരിക്കുന്നത്, മോളെ എന്തു പറ്റി മോളെ? ഡാഡി അയ്യോ ഡാഡി മോളെയും ആദിനെ പാർക്ക് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നില്ലേ, എന്നിട്ട് മോളെ ഇവിടെ ആക്കിയിട്ട് ആദിനെ വീട്ടിലേക്ക് കൊണ്ടുവാക്കാൻ പോയതാ, വന്നിട്ടില്ല മോളെ. മോൾ അപ്പോഴേക്കും നല്ല ഉറക്കമായി. എന്താ മോളെ, മോള് സ്വപ്നം കണ്ടോ? എന്ത് സ്വപ്നം മോള് കണ്ടത്? അത് പിന്നെ പറ മോളെ. അത് ഡാഡി എന്നെ ആദ്യേട്ടനെ ഏതൊരു സ്ഥലത്ത് കൊണ്ട് ഉപേക്ഷിച്ചു. അയ്യോ മോള് ഡാഡി അങ്ങനെയൊക്കെ ചെയ്യോ? മോൾ അങ്ങനെ വിചാരിക്കല്ലേ. മോൾ ഇങ്ങനെ വിചാരിക്കണമെന്നുണ്ടെങ്കിൽ മോൾ എന്തോ ആലോചിച്ച് കൂട്ടിയിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ മോളുടെ ആരോ എന്തോ പറഞ്ഞിട്ടുണ്ട്. സത്യം പറ മോളെ, മോളുടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ആദ്യം എന്തെങ്കിലും പറഞ്ഞോ? ആദ്യേട്ടൻ അങ്ങനെയൊന്നും പറയില്ല അമ്മേ. ആദ്യേട്ടന കുഞ്ഞാവിനെ കാണാൻ കൊതിയായിട്ടിരിക്കുക. കുഞ്ഞാവ് ഒരു അനിയത്തി ആയിരുന്നെങ്കിൽ ഒന്ന് കൊതിച്ചിരിക്കുക ആദ്യേട്ടൻ. പിന്നെ മോളോട് ആരാ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ആരാ മോളെ? അത് പിന്നെ അമ്മ ഇത് ഡാഡി അടുത്ത് പറയരുത്. ഇല്ല മോള് പറ. അത് ആകാശങ്ങളോ? അയാൾ എന്താ മോളോട് പറഞ്ഞത്? ഞാനും ആദ്യേട്ടനും പാർക്കിൽ കളിക്കുന്ന സമയത്ത് അയാൾ വന്നിരുന്നു. കുഞ്ഞാവ് വന്ന അമ്മക്ക് എന്നോട് ഇഷ്ടം ഉണ്ടാവില്ലെന്നും കുഞ്ഞാവക്ക് ഞങ്ങളെ ഇഷ്ടമാവില്ലെന്നും എന്നൊക്കെ പലതും പറഞ്ഞു. ആകാശങ്ങള് ആദ്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്. എന്റെ പൊന്നു മോളെ, എന്റെ ആദ്യത്തെ മോള് നീയും ആദ്യം കഴിഞ്ഞിട്ടുള്ളൂ, എനിക്ക് മറ്റെന്തും. ഈശ്വര ഞാനിത് എങ്ങനെ സഹിക്കും? എന്റെ നെഞ്ചു പൊട്ടുന്ന പോലെ തോന്നുന്നത്. അമ്മക്ക് എന്നോടുള്ള ഇഷ്ടം കുറയോ? മോളെ നീ ഇങ്ങനെ ചോദിക്കല്ലേ, അമ്മ മരിച്ചു പോകുന്ന പോലെ തോന്നുവാണ്. അമ്മ അങ്ങനെ ആകുമെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? മോളുടെ അമ്മയിലെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല മോളെ ഞാൻ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഈശ്വരൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പഠിച്ച് നമ്മുടെ ഇഷിത ചിപ്പിനെയും കെട്ടിപ്പിടിച്ച് കരയാട്ടോ. പിന്നീട് കാണിക്കുന്ന ആകാശിനെയും അതുപോലെ തന്നെ നമ്മുടെ സുമീനെയാണ്. അവർ രണ്ടുപേരുടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രചന ഉറങ്ങുന്ന സമയത്ത് കേട്ടോ. സുമി പറയുന്നുണ്ട്, അല്ല ആകാശിന്റെ പ്ലാൻ എന്താ? രചനയുടെ വിചാരം ആകാശ് എന്തോ ഇഷിതയുടെ കുഞ്ഞെ ചെയ്യുമോന്നൊക്കെയാണ്. അവള് മണ്ടി. ഇഷിതയുടെ കുഞ്ഞ് ഞാൻ എന്ത് ചെയ്യാനാണ്? അവള് പ്രസവിക്കട്ടെ. ഇവളുടെ വിചാരം എന്താ? ഈ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്താ ഇഷിത ഇനിയും പ്രസവിക്കില്ലെന്നോ? അവൾ 5 or 6 പ്രസവിക്കും, അതിനെല്ലാത്തിനും ഇവള് പുറകെ നടക്കോ? എന്റെ പൊന്നു സുമി, അതിനൊന്നും വേറെ പണിയില്ലേ? അവള് പ്രസവിക്കട്ടെ. അവള് നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിക്കണം, അതാണ് എന്റെ ആഗ്രഹം. അല്ല അത് കഴിഞ്ഞിട്ട് ആകാശിന്റെ ഉദ്ദേശം എന്തോ? ആകാശം എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് സുമി പറയുമ്പോ ആകാശ് പറയണ്ട്, അതൊരു കളിയുണ്ട്, ഇത് പ്രസവിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ഗെയിമാണ്, അതിനെക്കുറിച്ച് ഇപ്പൊ ഞാൻ പറയുന്നില്ല എന്ന്. ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. അതെന്താ ആകാശ് എന്നോട് പറഞ്ഞാലേ? എന്നാലും സുമിയുടെ തീരുമാനം സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. സുമിക്ക് എങ്ങനെ പറ്റുന്നു ആ ജോലി എന്ന സ്ഥലത്തുനിന്ന് പോയിട്ട് റിസൈൻ ചെയ്യാനായിട്ട്? അവിടെ റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ വേണമെങ്കിൽ ആകാശിന് വിവാഹം കഴിച്ച് ആകാശിന്റെ കമ്പനി തുടരാം. ആകാശിന് നല്ലത് മാത്രമേ ചെയ്യുള്ളൂ. ഈ വിവാഹത്തിന്റെ കാര്യം സുമി ഇടക്കിടക്ക് പറയണ്ടേ, എനിക്ക് വിവാഹത്തോട് താല്പര്യമില്ല. അതെന്താ തനിക്കെന്നെ കെട്ടിയാല് എന്ന് സുമി ചോദിക്കുമ്പോ സുമിയുടെ സൗണ്ടിൽ ഒരു വേരിയേഷൻ ഉണ്ടല്ലോ. സുമി, എനിക്ക് വിവാഹം കഴിക്കാൻ ഒരു ക്വാളിറ്റി ഒക്കെ വേണം. എനിക്ക് അങ്ങനെ അട്രാക്ഷൻ ഒന്നും സുമിയുടെ തോന്നിയിട്ടില്ല. പിന്നെ എല്ലാ പെണ്ണുങ്ങൾക്കും കാണുന്ന പോലെ ചെറിയൊരു അട്രാക്ഷൻ അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് വിവാഹം കഴിക്കാൻ വേണ്ടി മാത്രം എന്തുണ്ട് സുമിയില് എന്നിങ്ങനെ ആകാശ് പുച്ഛിക്കാണ്. അത് കേൾക്കുമ്പോ സുമിക്ക് ദേഷ്യം വരുന്നുണ്ട്. ആകാശിനെ പുച്ഛിച്ചല്ലോ. നോക്ക്, ആകാശിന്റെ ഉദ്ദേശം ഞാൻ മഹേഷിനോട് പറഞ്ഞ എന്ത് സംഭവിക്കും അറിയാവോ? അത് കേൾക്കുമ്പോഴേക്കും ആകാശ്, ഓഹോ മഹേഷ് ഇത് പറയാൻ പോവാണോ നീ? മഹേഷ് ഇത് പറയാൻ പോവാണോ സുമി എന്നൊക്കെ പറഞ്ഞിനെ കളിയാക്കാൻ തുടങ്ങുമ്പോഴേക്കും അവിടേക്ക് രചന വരുവാട്ടോ. രചനയെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു സംസാരം നിർത്തിയിട്ട് വേറെ പലതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി തുടങ്ങുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ. നാളത്തെ പ്രൊമോയില് രചന തന്റെ മോളെ വേണോന്ന് പറഞ്ഞിട്ട് ഇഷിതയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇഷിത അതിന് സമ്മതിക്കുന്നില്ല. ആ ഭാഗമാണ് പ്രൊമോയില് കാണിക്കുന്നത് കേട്ടോ. അത് മാത്രമേ പ്രൊമോയില് കാണിക്കുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.